വയനാട്ടിൽ ഒരാളെ കൂടി കാട്ടാന ചവിട്ടിക്കൊന്നതോടെ പ്രതിഷേധം അലയടിക്കുകയാണ്. കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹവുമായി പുൽപ്പള്ളിയിൽ കണ്ടത് അണപൊട്ടിയൊഴുകുന്ന ജനരോഷം. പ്രതിഷേധക്കാരും പോലീസും നിരവധി തവണ ഏറ്റുമുട്ടി. ലാത്തിചാർജിൽ പ്രതിഷേധക്കാർക്ക് പരുക്കുണ്ട്. വനംവകുപ്പിന്റെ ജീപ്പ് തടഞ്ഞിട്ട് ടയറിലെ കാറ്റുരുവിട്ട് ജീവനക്കാരെ മണിക്കൂറുകളോളം തടഞ്ഞുവെച്ചു. അണുനയ നീക്കവുമായെത്തിയ MLA-മാരെയും കൂവി വിളിച്ചു. പ്രതിഷേധത്തിനിടയിലും ഏതാനും കിലോമീറ്റർ അകലെ കടുവയുടെ ആക്രമണമുണ്ടായി. പശുവിന്റെ ജഡം കവലയിലെത്തിച്ചും റോഡ് ഉപരോധിച്ചു. പുറത്തിറങ്ങാൻ പോലും പേടിച്ച് ജീവിക്കുന്നൊരു ജനത അവരുടെ നിലനിൽപ്പിനായി പോരാടുന്നതാണ് ഇന്ന് കണ്ടത്. കണ്ണിൽ പൊടിയിടുന്ന നടപടികളല്ല, ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്ന് വയനാട്ടുകാർ ആവർത്തിക്കുന്നു. വയനാടിന്റെ രോഷമെത്ര! ആദ്യം നമ്മോടൊപ്പം ഉള്ളത് പോളിൻ്റെ മകൾ സോന പോളാണ്. സോന പോൾ, സോനയ്ക്കിപ്പോൾ കാര്യങ്ങളൊക്കെ പൂർണ്ണമായും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. നാടാകെ പ്രതിഷേധത്തിൻ്റെ അലയടി ഉണ്ടാകുന്നതും ഒരുപക്ഷെ സോന മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നോക്കൂ, നേരത്തെ ഒരു കുട്ടി പറഞ്ഞതുപോലെ ഇനിയൊരു മകൾക്കും ഈ വിധി ഉണ്ടാകരുത് എന്ന് സോനയ്ക്കും ആവർത്തിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. സർക്കാർ എന്താണ് ചെയ്യേണ്ടതെന്നാണ് സോന കരുതുന്നത്? എന്താണ് സോനയ്ക്ക് കേരളത്തോട് പറയാനുള്ളത്? വയനാട്ടിലെ ജനങ്ങൾക്ക് സുരക്ഷിത ഉറപ്പാക്കണം. അത് മെഡിക്കൽ ഫീൽഡിലും അത് അല്ലാണ്ട് ഇവിടെ ജീവിക്കാൻ എല്ലാവർക്കും പേടിയാണ്. എനിക്ക് തന്നെ ഇപ്പം പേടിയാണ്. എൻ്റെ പപ്പേനെ ഈ വയനാട്ടിൽ ജീവിക്കാൻ പേടിയാകുക. വന്യമൃഗങ്ങൾക്കുള്ള വില പോലെ ഈ വയനാട്ടിലെ ആൾക്കാർക്ക് നൽകുന്നില്ല. വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് സോന പോൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, അവിടെ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം. രണ്ട്, ഈ വന്യമൃഗങ്ങൾ ആക്രമിച്ചാൽ വേണ്ടത്ര ചികിത്സ കിട്ടാത്ത സാഹചര്യം. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും വയനാടിൻ്റെ ഇപ്പോഴത്തെ ശാപം. സോന, ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവില്ല ഒരുപക്ഷെ. ഞാൻ പറഞ്ഞത്, സോന വിശദീകരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോൾ വയനാടിനുള്ളത്. ഒന്ന്, വന്യമൃഗങ്ങളുടെ ശല്യം. രണ്ട്, ഈ വന്യമൃഗങ്ങൾ ആക്രമിച്ചാൽ അവർക്ക് നല്ല ചികിത്സ കിട്ടാത്ത സാഹചര്യം. കാരണം മെഡിക്കൽ കോളേജിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ല, മറ്റാശുപത്രികളില്ല. അതല്ലേ? അതെ, ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുക എന്ന് പറയുമ്പം ഇവിടുത്തെ അവസ്ഥ കേട്ട് നിൽക്കുന്നവർക്ക് തന്നെ അത് മനസ്സിലാകും. മെഡിക്കൽ കോളേജ് എല്ലാം ഒരേ കാര്യം തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരു മെഡിക്കൽ കോളേജിലില്ലാത്ത വേറൊരു മെഡിക്കൽ കോളേജിലുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് മെഡിക്കൽ കോളേജാണോ? വയനാട്ടിലൊരു മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ എൻ്റെ പപ്പയ്ക്ക് ഗതി വരില്ലായിരുന്നു. നോക്കൂ സോന, കുറുവാദ്വീപ് വനസംരക്ഷണ സമിതി ജീവനക്കാരനായിരുന്നു സോനയുടെ പിതാവ്. ജോലിക്ക് പോകുന്ന വഴിയാണ് ആനക്കൂട്ടത്തിന് മുന്നിൽപ്പെട്ടത്. ഭയന്നോടിയപ്പോൾ കമിഴ്ന്നു വീണു. പിന്നാലെ വന്ന കാട്ടാന ചവിട്ടി. ഇങ്ങനെയൊക്കെയാണ് സോനയുടെ പിതാവ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഒരുപക്ഷെ വേണമെങ്കിൽ വിദഗ്ധ ചികിത്സ ലഭിക്കുമായിരുന്നുവെങ്കിൽ സോനയുടെ പിതാവിന് ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നു എന്നാണ്. അതെ, തിരിച്ചു കിട്ടുമായിരുന്നു. പപ്പ എനിക്ക് ഗതി വരില്ലായിരുന്നു. എൻ്റെ പപ്പ എപ്പോഴും ഉണ്ടാവുമായിരുന്നു. ആ സമയത്ത് ഒരുപാട് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയെന്നാണോ അതോ ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഡിലേ ആക്കി. അവർക്ക് നൽകാൻ കഴിഞ്ഞില്ല എന്നാണ്? പപ്പയുടെ സ്റ്റാഫ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വേണ്ട ചികിത്സ കിട്ടിയിട്ടില്ല. നമ്മൾ ആ ഘട്ടത്തിൽ റോഡ് മാർഗം കൊണ്ടുപോകണോ അതോ എയർ ആംബുലൻസ് ഉപയോഗിക്കണോ എന്ന്. എയർ ആംബുലൻസ് ഒക്കെ എത്തിയിരുന്നു, പക്ഷേ അതിനകത്ത് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ സോന മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നോ?
പിന്നെ എന്തിനാണ് എയർ ആംബുലൻസ് വരുമെന്നും പറഞ്ഞ് അത്രയും നേരം ഒരു ജീവന് കൊതിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ അങ്ങനെ കഷ്ടപ്പെടുത്തിയതെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു കാര്യം ഉറപ്പില്ലെങ്കിൽ അത് ചെയ്യരുത്. അവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്നും പറഞ്ഞ് ഒരുപാട് നേരം അവിടെ ഡിലേ ആക്കി. ശസ്ത്രക്രിയ ചെയ്യണമെന്നും പറഞ്ഞ് എന്നിട്ടും ചെയ്തില്ല. ഒരുപാട് നേരം അവിടെ ജീവനോട് മല്ലിട്ട് കിടക്കുമായിരുന്നു എൻ്റെ പപ്പ. അവിടെ അതിനുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അത്രയും നേരം വൈകിപ്പിച്ചത്? അവിടുത്തെ നേരെ കോഴിക്കോട് കൊണ്ടുപോയിരുന്നല്ലോ. ഇന്ന് പുൽപ്പള്ളിയിലും സമീപ പ്രദേശങ്ങളിലും വയനാട്ടിലാകെയും വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. നാളെ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നു. ഇന്ന് തന്നെ അദ്ദേഹം എത്തുന്നുണ്ട്. നാളെ അദ്ദേഹം വയനാട്ടിലേക്ക് വരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആളുകൾ വലിയ നിലയിൽ പ്രതിഷേധത്തിലാണ്. എയർപോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധി വിമാനത്താവളത്തിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. ഈ ഒരു രോഷം എന്ന് പറയുന്നത് ഇനിയും ഇത് താങ്ങാനാകില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളതാണ്. പൂർണ്ണ സുരക്ഷിതത്വമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് അല്ലേ സോന അടക്കമുള്ള വയനാട്ടുകാർ? അതെ, വയനാട്ടുകാർക്ക് സുരക്ഷിത ഉറപ്പ് വരുത്തണം. ഇനി വേറെ ആർക്ക് ഈ ഗതി വരരുത്. ഒന്ന് ചികിത്സ വൈകിപ്പിക്കരുത്. ഒരാളുടെ ജീവൻ വെച്ച് കളിക്കരുത്. പിന്നെ വന്യജീവികളിൽ നിന്ന് ഈ വയനാട്ടുകാർ അനുഭവിക്കുന്നത് നിങ്ങൾ തന്നെ കേൾക്കുന്നതാ. ഈ ലോകം മൊത്തം കേൾക്കുന്നുണ്ട്. ഇപ്പതാ എത്ര പേരാ, ഇത് മൂന്നാമത്തെ അല്ലേ എൻ്റെ പപ്പ. ഇനി ഒരാൾക്കും കൂടെ ഇങ്ങനൊരു ഗതി വരരുത്. കഴിഞ്ഞ ശനിയാഴ്ച ഇതുപോലെയാ വേറൊരു മോള് ഇത് പറഞ്ഞത്. എന്നിട്ട് ആ കൊച്ചു പറയുകയും ചെയ്തായിരുന്നു വേറെ ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു ഗതി വരരുതെന്ന്. അത് ഒരാഴ്ച തികയുന്നതിന് മുമ്പേ വേറെ ഒരാൾക്ക് ആ ഗതി വന്നു. അജീഷിന്റെ മകള് പറഞ്ഞത് ഇപ്പോഴും നമ്മുടെയൊക്കെ കാതിലുണ്ട്. ഇവിടുത്തെ കഴിഞ്ഞ 2 ദിവസം കഴിയുമ്പോഴേക്കും ഓനയ്ക്കും അത് ആവർത്തിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടം, സർക്കാർ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? സോനയ്ക്ക് അക്കാര്യത്തിലൊക്കെ തൃപ്തിയുണ്ടോ? എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. കുറേ പേര് വരുന്നേം പോകുന്നതൊക്കെ കാണാം. ഞാൻ അതിലൊന്നും അന്വേഷിക്കാറില്ല. എനിക്ക് എൻ്റെ പപ്പയ്ക്ക് പകരം ആരും കിട്ടില്ല എന്നറിയാം. പക്ഷെ പപ്പ ചെയ്യുന്നതിന് പറ്റുന്ന പോലെ തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പപ്പയ്ക്ക് പകരം ഒരിക്കലും ആവത്തില്ല. സോനയൊക്കെ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള കാട്ടാന ആക്രമണം നിരന്തരമായി ഉണ്ടാകുന്നതാണോ? നിങ്ങൾക്കൊക്കെ അത്തരം ജീവിതമായിട്ടൊക്കെ സാധാരണഗതിയിൽ ശീലിച്ചു പോയിട്ടുള്ളതാണോ? അതോ ഈ പെട്ടെന്നാണോ ഈ കാട്ടാന ആക്രമണമൊക്കെ ഇപ്പോൾ കൂടി വരുന്നത്? അല്ല, ഇവിടെ സ്ഥിരം കാട്ടാന വരുന്നതാ. എൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെ ഫോറസ്റ്റാണ്. അപ്പം മിക്ക ദിവസങ്ങളിൽ ഇതിൽക്കൂടെ ആനേനെ ഓടിച്ചു പോകുന്ന കാണാം. പിന്നെ എൻ്റെ പപ്പ വയലിൽ പോയി കാവലി കിടക്കാറുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല. ഇത് പപ്പ ഡ്യൂട്ടിക്കിടെയാണല്ലോ സംഭവിച്ചതെന്ന് ഓർക്കുമ്പോഴാണ്. ഒരു വനവകുപ്പ് ജീവനക്കാരനും കൂടെ. സോനയുടെ വീട്ടിൽ സോന അല്ലാതെ വേറെ ആരൊക്കെയാ ഉള്ളത്? പപ്പയുടെ റിലേറ്റീവ്സ് ഉണ്ട്, അമ്മയുടെ ബന്ധുക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. നിങ്ങൾ അമ്മയും സോനയും മാത്രമാണോ ഇപ്പം ഇനി വീട്ടിൽ ബാക്കി ഉണ്ടാവുക? അതെ, വേറെ ആരുമില്ല. അമ്മ ജോലി ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ 3 പേരുമായിരുന്നു താമസം. ഇല്ല, അമ്മ ജോലിയൊന്നും ചെയ്യുന്നില്ല. പപ്പയുടെ വരുമാനത്തിലായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത്. അമ്മക്ക് ജോലി നൽകാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്. ഇനിയിപ്പം അങ്ങനെ ഇത് പിന്നെ വയനാട് എന്നുള്ളത് ജനങ്ങളെക്കാൾ കൂടുതൽ വന്യമൃഗങ്ങളുടെ നാടാണല്ലോ. അപ്പം ചിലപ്പോൾ വന്യമൃഗങ്ങൾ ഇനി ഉപദ്രവിച്ചെന്ന് വരും. അക്കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ല. കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് അടുത്തൊരു സംഭവം നടക്കുമ്പോൾ എനിക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ യാചിക്കുന്നുണ്ട് ഇനി അങ്ങനെ ഒന്നും നടക്കരുതെന്ന്. നടന്നാൽ ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സയ്ക്കുള്ളൊരു വഴിയൊരുക്കണം. വയനാട് മെഡിക്കൽ കോളേജിൽ വേണ്ടുന്ന ഫെസിലിറ്റീസ് കൊണ്ടുവരണം. അല്ലെങ്കിൽ ആ വയനാട് മെഡിക്കൽ കോളേജ് എന്നുള്ള തലക്കെട്ട് അതിന് ചേരില്ല.
എനിക്ക് ഒരുപാട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായി, വ്യക്തമാണ്. നന്ദി സഹകരിച്ചതിന്. സോന സോന പോളിൻ്റെ മകളാണ്. നമ്മളോട് പ്രാഥമികമായി കാര്യങ്ങൾ പറയാൻ മാത്രമാണ് സോനയെ ഇരുത്തിയത്. വത്സൻ പാലോളി, ഒപ്പം തന്നെ എം നിഷാന്ത് കോൺഗ്രസ്, ഡെൻസിൽ വൈൽഡ് ലൈഫ് റിസർച്ചർ, ഒപ്പം തന്നെ ഒ കെ ജോണി എഴുത്തുകാരൻ എന്നിവരാണ് നമ്മോടൊപ്പം തുടരുന്നത്. പക്ഷേ ഒ കെ ജോണി, ഈ കാട്ടിൽ വെള്ളമില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച്, അതുപോലെ തന്നെ ഈ ഒരു അർദ്ധഹരിത വനത്തിൽ നിന്നിലേക്ക് കൂടുതൽ കാട്ടാനകൾ കർണാടക മേഖലയിൽ നിന്ന് വരുന്നു എന്നുള്ളത്, അതിൻ്റെ പ്രഷർ നമ്മുടെ ഭാഗത്തുള്ള കാട്ടാനകൾ അനുഭവിക്കുന്നത്, പിന്നീട് അത് നാട്ടിലെത്തുന്നത്. ഇപ്പോൾ സോന ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരാഴ്ചക്കിടയിൽ 2 പേരാണ് ഇന്നിപ്പോൾ വയനാടിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ നിലനിൽപ്പാണ്. 2 കാര്യങ്ങളാണല്ലോ നമ്മളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കി തരണം. 2, വന്യമൃഗങ്ങളുടെ ആക്രമണം ഏൽക്കുന്നവർക്ക് ചികിത്സിക്കാനുള്ള മതിയായ സൗകര്യം. വളരെ ന്യായമായ ആവശ്യം. ആ പ്രതികരണമാണ് ഇന്ന് വയനാട്ടിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും മുൻപിൽ നിൽക്കുന്നതായി കണ്ടിട്ടില്ല. പക്ഷേ ആളുകൾ മുഴുവൻ ഇറങ്ങുന്നു എന്നുള്ള ഒരവസ്ഥയാണ്. ഒരു നാടിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് തന്നെയല്ലേ ശ്രീ ഒ കെ ജോണി താങ്കൾ അടങ്ങുന്നവർ പറയുന്നത്? അതെ നികേഷ്, ആദ്യം ഞാൻ സോന എന്ന പാവം കുട്ടി പറഞ്ഞ കാര്യം എത്ര ഗൗരവകരമായ കാര്യമാണ്. ഇത്ര വർഷമായിട്ട് അപകടമുണ്ടായാൽ ചികിത്സിക്കാൻ വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് എന്ന് ബോർഡ് വെച്ച ഒരു ജില്ലാ ആശുപത്രിയാണ് ഉള്ളത്. എത്രയോ വർഷങ്ങളായി ഈ മെഡിക്കൽ കോളേജിനെ സജ്ജീകരണങ്ങളുള്ള ഒരു സമ്പൂർണ്ണ മെഡിക്കൽ കോളേജാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആവശ്യം ഉയരുന്നു. അതിപ്പോഴും നടന്നിട്ടില്ല. ആ കുട്ടി പറഞ്ഞത് വളരെ ശരിയാണ്. അത് ഒരു ശരിയായ മെഡിക്കൽ കോളേജ് ആയിരുന്നെങ്കിൽ, വെറും ബോർഡ് മാത്രമുള്ള ഒരു സ്ഥാപനമല്ലായിരുന്നു എങ്കിൽ ആ കുട്ടിയുടെ അച്ഛനെ നമുക്ക് ചിലപ്പോൾ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. അതൊരു കാര്യം. ഒന്ന്, ഈ ചികിത്സാ സൗകര്യമില്ല. വയനാടിൻ്റെ പൊതുവായ കാര്യങ്ങളാണ് ആ കുട്ടി വളരെ ശക്തമായി പറഞ്ഞത്. വന്യമൃഗശല്യം ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ വയനാടൻ ഗ്രാമപ്രാന്തങ്ങളിൽ കാട്ടാനകളും കാട്ടുപോത്തും കടുവയും എല്ലാം ഗ്രാമങ്ങളുടെ പരിസരങ്ങളിൽ ഗ്രാമങ്ങളെ വളഞ്ഞിരിക്കുകയാണ്. ആദ്യമായി ഒരു പുല്ലരിഞ്ഞുകൊണ്ടിരുന്ന ഒരാളെ കൊന്നതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും കടുവ ഇറങ്ങി, ആനകൾ ഇറങ്ങുന്നു, കാട്ടുപോത്തുകൾ, മലയെണ്ണാൻ, എല്ലാ മൃഗങ്ങളും. എൻ്റെ അനുഭവത്തിൽ, ഞാൻ വയനാട്ടിൽ ജീവിക്കുന്ന ആളാണ്, എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ കൂട്ടത്തോടെ ഒരു യുദ്ധ ഭൂമിയിലെന്ന പോലെ മൃഗങ്ങൾ നാട്ടിലേക്ക് കൂട്ടത്തോടെ ഇറങ്ങുന്ന സംഭവം ഒരു പക്ഷേ ഇതാണ്. ഒറ്റപ്പെട്ട സംഗതികൾ ഉണ്ടാവാറുണ്ട്. എന്താ പറയുക, ഉന്മാദികളായ ആനകളും നരഭോജികളായ കടുവകളും ഒക്കെ വല്ലപ്പോഴും വരുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഗ്രാമങ്ങളെ വളഞ്ഞിരിക്കുകയാണ്. മൃഗങ്ങൾ കാട്ടിൽ നിന്ന്, ഉൾക്കാടുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന അതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഒന്ന്, വയനാട്, നാഗർഹോളെ, മുതുമല, ബന്ദിപ്പൂര് തുടങ്ങിയിട്ടുള്ള ഇതൊരു തുടർച്ചയാണ്. ഇത് വേറിട്ട സംസ്ഥാന മതിൽ കെട്ടി വേർതിരിച്ച കാടുകളല്ല. ഇതൊരൊറ്റ കാടിൻ്റെ തുടർച്ചയാണ്. ഇതെല്ലാം ഒറ്റ കാടാണിത്. നമ്മൾ സംസ്ഥാന വിഭജനത്തോടെ ഇതിന് കേരളത്തിൻ്റെ കാട്, വയനാട്, തമിഴ്നാടിൻ്റെ കാട് എന്നൊക്കെ പറയേണ്ടതിൽ ഒറ്റ കാടാണ്. ഈ മൊത്തം വനമേഖലയിൽ, ഈ നാഷണൽ റിസർവ് ഫോറസ്റ്റിൽ എല്ലാ മൃഗങ്ങളുടെയും വർധനവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാം. കാരണം 1970കളിൽ വനനിയമങ്ങൾ കർശനമാക്കിയതോടുകൂടി ആനവേട്ട ഇല്ലാതായി, എല്ലാ തരത്തിലുമുള്ള മൃഗഹിംസ ഇല്ലാതായിട്ടുണ്ട്. നല്ല കാര്യമാണത്. ഈ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന, വംശനാശം നേരിടുന്ന കടുവയെ പോലെയുള്ള ആനകളെ, ഏഷ്യൻ ആനകളുടെ ഏറ്റവും വലിയ സങ്കേതങ്ങളിലൊന്നായിട്ടുള്ള കാട് കൂടിയാണിത്. അപ്പോൾ അവ അവിടെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. സംരക്ഷണ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അവ പെറ്റുപെരുകുന്നു എന്നുള്ളത്.
പക്ഷേ ഈ കാടിൻ്റെ അവസ്ഥ എന്താണ്? ഈ കാടിന് താങ്ങാവുന്നതിലേറെ എല്ലാ ജനുസിലും പെട്ട മൃഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. എത്രയോ വർഷങ്ങളായി ഈ കാര്യങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെയും തീർച്ചയായും നമ്മൾ മാധ്യമങ്ങളും നിരന്തരമായി ചർച്ച വിദഗ്ധരും ചെയ്യാണ്. എല്ലാം പക്ഷേ പറയുന്നുണ്ട്. അതിനെന്താണ് ഇതിന് എന്താണ് പരിഹാരം പോംവഴി? എന്നുള്ളതാണ്. നമുക്ക് എന്താണ് ഈ വന്യമൃഗങ്ങളെ, അതും ഇപ്പോൾ നമ്മൾ ആദ്യം കടുവയെക്കുറിച്ച് സംസാരിച്ചു, പിന്നീട് ഇതാ ഇപ്പോൾ കാട്ടാനെക്കുറിച്ച് സംസാരിക്കുന്നു, കാട്ടുപോത്തുകളെ കുറിച്ച് എന്താണ് ചെയ്യാൻ കഴിയുക ഷിയോക്കെ ജോണി? ചെയ്യാൻ കഴിയുക പിന്നെ ഈ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് വയനാട്ടിലെ ജനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമോ കേരള ഗവൺമെൻറ്റിൻ്റെ മാത്രമോ ഉത്തരവാദിത്തമല്ല. അത് രാജ്യത്തിൻ്റെയും ലോകത്തിലെ മുഴുവൻ മാനവരാശിയുടെയും ആവശ്യമാണ്. ഇത്തരം അപൂർവങ്ങളായിട്ടുള്ള ജന്തുജാലങ്ങൾ ഭൂമിയിൽ ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ WWF പോലെ, വേൾഡ് വൈഡ് ഫണ്ട് പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ മേൽനോട്ടത്തിലാണല്ലോ ഇവയെല്ലാം. അവയുടെ ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ടാണല്ലോ നമ്മൾ നമ്മുടെ വനത്തെ സംരക്ഷിക്കുന്നത്. അപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു കടുവയ്ക്ക് ഉള്ള ആവാസ ഭൂമി അത്രയും ഇല്ലാത്തൊരു ദിക്കിൽ നിന്ന് അധികമുള്ള കടുവകളെ മറ്റ് സങ്കേതങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ള ആവശ്യം എത്രയോ വർഷങ്ങളായിട്ട് ഉന്നയിക്കുന്നുണ്ട്. ആനകളുടെ കാര്യവും അതെ. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണ്? ഈ പെരുപ്പത്തെ കാണാതെ കാട് വിട്ട് ഇറങ്ങാൻ നിർബന്ധിതരാകുന്ന പല കാരണങ്ങളുണ്ട്. നികേഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ വെള്ളമില്ലായ്മയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കേരളാതിർത്തിയിലുള്ള വയനാടൻ വനമേഖല മാത്രമാണ് നികേഷ് പറഞ്ഞതുപോലെ കുറച്ചെങ്കിലും പച്ചപ്പുള്ള പ്രദേശങ്ങൾ. അപ്പോൾ ഈ തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയും അതിർത്തിയിലുള്ള കാടുകൾ മുഴുവൻ വരൾച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ പച്ചപ്പില്ലാതാകുന്നു, കുടിവെള്ളമില്ലാതാകുന്നു. അപ്പോൾ സ്വാഭാവികമായും മൃഗങ്ങൾ പച്ചപ്പുള്ള ദിക്കുകളിലേക്ക്, വെള്ളമുള്ള ദിക്കുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വയനാട് നീലഗിരി പ്രദേശങ്ങളിലാണ് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി ഏറ്റവും അധികം ആൾനാശം ഉണ്ടായിട്ടുള്ളത്. മൃഗങ്ങളുടെ ആക്രമണത്തിന് വിധേയരാകി അവർ മരിക്കുമ്പോൾ മാത്രം കുറേ ആളുകൾ എത്തുന്നു, പ്രസ്താവനകൾ ഉണ്ടാകുന്നു എന്നൊഴിച്ചാൽ റിയാലിറ്റി, ഈ യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്യാൻ സർക്കാർ തയ്യാറല്ല. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സംബന്ധിച്ച ഒരു വ്യക്തത, അല്ലെങ്കിൽ സർക്കാരിന് ഇക്കാര്യത്തിലൊരു നിയന്ത്രണമുണ്ടോ എന്നുള്ളതാണ്. ഇന്നൊക്കെ ജനത്തിൻ്റെ പ്രതിഷേധം അണപൊട്ടി ഒഴുകുകയാണ്. അവർക്ക് ഇന്ന് MLA എന്നില്ല, ജില്ലാ കലക്ടർ എന്നില്ല, അവരെല്ലാവരെയും കൂവി വിളിക്കുകയാണ്. സ്വാഭാവികമായും അവരുടെ ജീവൻ്റെയും നിലനിൽപ്പിൻ്റെയും പ്രശ്നമാണ് ഇവിടെ എന്നുള്ളതാണ്. സർക്കാരിന് ഈ കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടോ? അതായത് ഒരു സർക്കാരിൻ്റെ കൈപ്പിടിയിലാണോ കാര്യങ്ങൾ വത്സൻ ബളവോളി? വയനാട്ടിലെ ഏറ്റവും ഒടുവിൽ വന്യജീവിയുടെ ആക്രമണത്തിൽ കൊലയപ്പെട്ട മനുഷ്യന്റെ മകളുടെ ദുഃഖത്തിൽ, അവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞാൻ ആദ്യമായി ഞാൻ കൂടി പങ്കെടുക്കുകയാണ്. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ വയനാട് വന്യജീവി സങ്കേതങ്ങളുടെ നടുവിൽ പെട്ടുകിടക്കുന്ന ഒരു പ്രദേശമാണ്. പശ്ചിമഘട്ട മലനിരകളിൽ താഴ്വാരങ്ങളിൽ താമസിക്കുന്ന മനുഷ്യരുടെ, കൃഷിക്കാരുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമായി തീർന്നിട്ട് കാലമേറെയായി. വന്യജീവികൾ പെറ്റുപെരുകുകയും വനത്തിനകത്ത് ഭക്ഷണവും വെള്ളവും കിട്ടാതെ കൃഷിക്കാരന്റെ കൃഷിയിടങ്ങളിലേക്ക് വന്ന് കൃഷി നശിപ്പിക്കുകയും മനുഷ്യനെ കൊല്ലുകയൊക്കെ ചെയ്യുന്ന പ്രക്രിയ ആരംഭിച്ചിട്ട് കാലം കുറയായി. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തെ കർഷക സംഘടനകളും മറ്റിതര പ്രസ്ഥാനങ്ങളും ഒട്ടനവധി ഇടപെടലുകൾ ഈ കാലയളവിൽ നടത്തിയ ഞാൻ ഓർക്കുകയാണ്. വയനാട്ടിൽ തന്നെ ഈ കാലയളവിൽ വത്സൻ ബളവോളിയിലേക്ക് ഞാൻ തിരിച്ചെത്താം. ഒരുപാട് ഇടപെടലുകളുണ്ട്, പക്ഷേ ആ ഇടപെടലുകൾ പക്ഷേ ഫലവത്താവുന്നില്ല എന്നുള്ളതാണ്. ഡെൻസിൽ വൈൽഡ് ലൈഫ് റിസർച്ചർ നമ്മോടൊപ്പം ഉണ്ട്. ഡെൻസിൽ നോക്കൂ, ഇത്തരം ഇടപെടലുകളൊന്നും തന്നെയും ഒരു ഫലവും ചെയ്യുന്നില്ല എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഈ പ്രതിഷേധത്തിൻ്റെയൊക്കെ ആധാരം. നേരത്തെ ഷിയോക്കെ ജോണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വയനാടൻ കാടുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന മൃഗങ്ങളെ മാത്രമേ വയനാടൻ കാടുകളിലേക്ക് നിലനിർത്തേണ്ടതുള്ളൂ. ബാക്കിയുള്ളവയെ പുറത്തേക്ക് കടത്താൻ കഴിയണം എന്നുള്ളത് എത്ര കണ്ട് യാഥാർത്ഥ്യബോധമുള്ള നിരീക്ഷണമാണ്. അതിന് നമുക്ക് ഒരു ഘട്ടം ഘട്ടമായിട്ടെങ്കിലും ആ പ്രക്രിയയിലേക്ക് കടക്കേണ്ടതുണ്ടോ? കടക്കാൻ കഴിയുമോ? നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റ്
മൃഗങ്ങളെ ഇവിടുന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. പക്ഷേ ലോങ് ടേമിൽ എങ്ങനെയാണ് ഈ ലാൻഡ്സ്കേപ്പിനെ മാനേജ് ചെയ്യുക എന്നുള്ള കാര്യമാണ് കുറച്ചും കൂടെ അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു സംസാരം ഉണ്ടാവുന്നില്ല. അതായത് കാട്ടിനുള്ളിൽ കുടിവെള്ളം മാത്രമല്ല, എക്സോട്ടിക് ഇൻവേസീവ് സ്പീഷീസുകൾ, അതായത് അധിനിവേശ സസ്യങ്ങളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ജോണി സാർ പറഞ്ഞതുപോലെ നമ്മുടെ അടുത്തുള്ള സംസ്ഥാനങ്ങളിലെ നാഗർഹോളെ, ബന്ദിപ്പൂർ, മുതുമലൈ, ബിലിഗിരി രംഗസ്വാമി, സത്യമംഗലം ടൈഗർ റിസർവുകൾ, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു വലിയ ലാൻഡ്സ്കേപ്പിനാണ് നമ്മൾ നീൽഗിരി ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. അതിലെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് വയനാട് എന്ന് പറയുന്നത്. അതിൽ ഈ കാടുകളിൽ 90% പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ നിൽക്കുന്ന സ്ഥലങ്ങളും യഥാർത്ഥത്തിൽ ഒറിജിനൽ ഫോറസ്റ്റ് അല്ല. ഇതെല്ലാം ഒരു തവണ ബ്രിട്ടീഷേഴ്സായിട്ടും പിന്നീട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്ലാനുകളിലായിട്ടും ക്ലിയർ ചെയ്യപ്പെട്ട് പ്ലാന്റേഷൻസ് ആക്കിയവയോ അല്ലെങ്കിൽ ഇതിൻ്റെ സെക്കൻഡറി ഗ്രോത്തോ ആണ്. അപ്പം അതിനുള്ളിൽ ഓപ്പൺ ഫോറസ്റ്റുകളിലാണ് പൊതുവെ ഇങ്ങനെ മൃഗങ്ങളുടെ, അതായത് നാൽക്കാലി ജീവികളുടെ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാവുക. അപ്പം നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടി തുടങ്ങി. ഇപ്പം ഒബ്വിയസ് ആയിട്ട് നമ്മുടെ കാടുകളിൽ മൃഗങ്ങളുടെ എണ്ണം കൂടുന്നുണ്ടെന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ അധിനിവേശ സസ്യങ്ങൾ കാട്ടിനുള്ളിൽ വന്നതിന് ശേഷം പല സ്ഥലങ്ങളിലും ഇവർക്ക് മതിയായ ഫുഡ് സോഴ്സസ് ഇല്ലാതാവുന്നു എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്. പിന്നെ നമ്മൾ സീസണലി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട്ടിലേക്കും അതുപോലെ അടുത്തുള്ള ഗൂഡല്ലൂരിലേക്കാണെങ്കിലും കൂർഗിലേക്കാണെങ്കിലും അതുപോലെ കബിനി നദിയുടെ കാശ്മീർ ഏരിയയിൽ കിടക്കുന്ന കുറച്ച് കർണാടകയിലുള്ള സ്ഥലങ്ങളിലേക്ക് വലിയ തോതിൽ ആനകളും മറ്റു മൃഗങ്ങളും മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത് ശ്രദ്ധിക്കാൻ പറ്റും. അത് എല്ലാ വർഷവും നടന്നിരുന്നൊരു കാര്യമാണ്. പക്ഷെ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഒരു 4-5 വർഷത്തെ ഡേറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുമായി ഇവർക്ക് കോണ്ടാക്റ്റ് വരുന്നതും മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൻ്റെ അളവ് വർദ്ധിക്കുന്നതുമായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അതിനുള്ള കോർ റീസണാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത്. അത് ലാൻഡ്സ്കേപ്പിൽ വന്ന മാറ്റങ്ങൾ നമ്മളിപ്പം മറ്റ് കാടുകളെ കാണുന്ന പോലെ ഈ ഒരു ലാൻഡ്സ്കേപ്പിനെ കാണുന്നത് തന്നെ ഒരു പ്രശ്നമാണ്. കാരണം ഇതൊരു നാച്ചുറൽ ഫോറസ്റ്റ് അല്ല. നാച്ചുറൽ ഫോറസ്റ്റിനെ കാണുന്ന പോലെ ഒരു നാച്ചുറൽ റീജനറേഷൻ ഈ സ്ഥലങ്ങളിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ പുഴകളിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് കബിനി റിവറിൻ്റെ കാശ്മീരിലാണ്, കർണാടകയിലും വയനാട്ടിലും തമിഴ്നാട്ടിലുമായിട്ട്. ഈ പറയുന്ന ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു വലിയ ജലസ്രോതസ് എന്ന് പറയുന്നത് കബിനി നദിയാണ്. എൻ്റെ റിസർച്ചിൽ വന്നൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കബിനിയിലേക്ക് ഒഴുകുന്ന ചെറിയ തോടുകൾ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ സ്ട്രീമുകൾ ഒരുപാട് ഡ്രൈ ആയിപ്പോയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ. അതിൻ്റെ ഒരു പ്രധാന കാരണം നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന കാര്യം അൺഡിനയബിളി ഒരു വലിയ കാര്യമാണ്. അത് അഡ്രസ്സ് ചെയ്യുന്നില്ല, എവിടെയും അതൊരു സംസാര വിഷയമാവുന്നില്ല. നമുക്ക് കേരളത്തിൽ ഒരു ക്ലൈമറ്റ് ആക്ഷൻ കമ്മിറ്റി ഇല്ല. അപ്പം അത് റീജിയണലായിട്ടും ലാൻഡ്സ്കേപ്പിനെ മൊത്തത്തിലായിട്ടും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനെ പറ്റി പഠനങ്ങളില്ല. ഈ മൈഗ്രേഷൻ വരുമ്പം ആനിമൽസ് എങ്ങനെയാണ് ഡിസ്പേഴ്സ് ചെയ്യുന്നത് അത് തന്നെ ഓരോ വർഷത്തിലും വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ 2018 നമുക്ക് പ്രളയം ഉണ്ടായ വർഷം കർണാടക കാടുകളിലും അത്യാവശ്യം മഴ ലഭിച്ചിരുന്നു. അപ്പം മൃഗങ്ങളുടെ എണ്ണത്തിൽ വയനാട്ടിലേക്ക് ഉണ്ടായിരുന്ന മൈഗ്രേഷനിൽ കുറവുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം നമുക്ക് മൺസൂണിൻ്റെ പാറ്റേൺ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഹിറ്റ് ചെയ്തത് വയനാടിനെ. നമുക്ക് വളരെയധികം മഴ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം അവശേഷിക്കുന്ന പച്ചപ്പിലേക്ക് മൃഗങ്ങൾ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വലിയ തോതിൽ മൃഗങ്ങൾ വയനാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൻ്റെ അർത്ഥം എല്ലാ മൃഗങ്ങളും പ്രശ്നക്കാരാണെന്നുമല്ല. അതിൽ തന്നെ റോഗ് എലിഫൻസ് ഉണ്ട്, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മൃഗങ്ങളുണ്ട്, എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. കടുവകൾ കൂടുതലും ഈ ഫെബ്രുവരി, അതായത് നമുക്കിപ്പം ഒരു ഒക്ടോബർ ഹാഫ് തൊട്ട് ഒരു മാർച്ച് ഹാഫ് വരെ നമുക്ക് ടൈഗേഴ്സിൻ്റെ ബ്രീഡിങ് സീസണാണ്. ആ ടൈമിൽ ഒരു പുതിയ ടെറിട്ടറിയിലേക്ക് വരുന്ന ടൈഗർ ഒന്നെങ്കിൽ അവിടെയുള്ള ടൈഗറിനെ ഡിസ്പ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ ഈ ടൈഗറിനെ അവിടെയുള്ള ടൈഗർ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പം എന്താണെങ്കിലും ഫൈറ്റിൽ ഇഞ്ചുവേർഡ് ആവുന്ന അപകടങ്ങൾ പറ്റിയ മൃഗങ്ങളാണ് കൂടുതലും മനുഷ്യവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെയുള്ള മൃഗങ്ങളാണ് പ്രശ്നക്കാരാകുന്നതും. അത് നമുക്ക് അതിനൊരു കൃത്യമായ ഒരു ട്രാക്കിംഗ് സംവിധാനം 3 സംസ്ഥാനങ്ങളും കൂടെ യോജിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ, അതായത് വയനാടിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വയനാട് ഒരു ചെറിയ ലാൻഡ്സ്കേപ്പാണ്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം നാഗർഹോളെ, ബന്ദിപ്പൂർ, മുതുമലൈ ടൈഗർ റിസർവ്സ് കമ്പൈൻ ചെയ്താൽ വയനാട് ഡിസ്ട്രിക്റ്റിനേക്കാളും വലുതാണത്. അപ്പം നമുക്കൊരു പ്ലാൻ, അതൊരു ആക്ഷൻ കമ്മിറ്റി പ്ലാൻ കൊണ്ടുവരുമ്പോൾ ഒരു ആക്ഷൻ കമ്മിറ്റി പ്ലാൻ ഉണ്ടാകണം എന്ന് മാത്രമല്ല അതിനകത്ത് 3 സംസ്ഥാനങ്ങളും വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് വത്സൻ ബാലോളി, താങ്കളെ നേരത്തെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല സാങ്കേതിക തടസ്സം കാരണം. ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, നോക്കൂ, ഒരു മരണമുണ്ടായി, അതേ ആഴ്ച തന്നെ 2ാമത്തെ മരണമുണ്ടായി, ആളുകൾ കൂടുതൽ പ്രകോപിതരാകുന്നു എന്നുള്ളതാണ്. 2 പ്രശ്നങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്, അതും ന്യായമായ വിഷയങ്ങൾ. ഒന്ന്, അവർക്ക് വന്യമൃഗങ്ങളിൽ നിന്ന് ജീവന് രക്ഷ വേണം. 2, ചികിത്സിക്കാൻ ഇടം വേണം. ഇത് രണ്ടുമില്ലാതെ ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ആശ്വസിപ്പിക്കാനാവുക ഒരു സമൂഹത്തെ? ഇന്നിപ്പോൾ ഭാരത് ന്യായ് യാത്ര
തൽക്കാലത്തേക്ക്, അതും വാരണസിയിലാണ് ന്യായ യാത്ര ഇന്നുള്ളത്, അത് തൽക്കാലത്തേക്ക് മരവിപ്പിച്ച് നിർത്തിക്കൊണ്ട് സ്ഥലം MP രാഹുൽ ഗാന്ധി വരുന്നു. ഇതിനകം തന്നെ UDF ജനപ്രതിനിധികൾ വലിയ നിലയിൽ ഇടപെടുന്നു എന്നുള്ള സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ സർക്കാരിനെതിരായിട്ടാണ്, സംസ്ഥാന സർക്കാരിനെതിരായിട്ടാണ് പ്രധാനമായും ജനരോഷം. ആ ജനരോഷം ന്യായീകരിക്കപ്പെടുന്നതുമല്ലേ? സംസ്ഥാന സർക്കാരിനെതിരായിട്ടാണ് ഈ ജനരോഷമൊക്കെ ഉയർത്തുന്നത് എന്നുള്ളത് വസ്തുതയാണ്. യഥാർത്ഥത്തിൽ ഈ വനമേഖലയിൽ താമസിക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ നിയമത്തിന് വിധേയമായിട്ടാണല്ലോ നമ്മളെല്ലാവരും രാജ്യത്ത് ജീവിക്കുന്നത്. വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷ ലഘൂകരണത്തിന് ഒട്ടനവധി അഭിപ്രായങ്ങളൊക്കെ കൃഷിക്കാരോടും ജനങ്ങളോടും ചോദിക്കാറുണ്ടെങ്കിലും 2022 വന്ന വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ ഭേദഗതി തന്നെ അതീവ ഗുരുതരമായിട്ടുള്ളതാണ്. മൃഗങ്ങളെ നുള്ളി നോവിച്ചാൽ പോലും ശിക്ഷ ലഭ്യമാക്കുന്ന, ഉറപ്പുവരുത്തുന്ന നിയമമാണ് ഇപ്പോൾ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ഇത്തരം കടുത്ത നിയമങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തെ മനുഷ്യരുടെ ജീവന് സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിലുള്ള വീഴ്ച ഒരു ഭാഗത്ത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ നിയമങ്ങളിലെല്ലാം ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഞാനതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം പരിശോധിച്ചു നോക്കിയാൽ ശാശ്വതമായ പരിഹാരം എന്താണ്? വന്യജീവികൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നത് തടസ്സപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണം അതാണ് ശ്രീ ഉണ്ടാക്കുക. വത്സപ്പനോട് ഇപ്പോൾ ഇവിടെ ശ്രീ അതിന് OK ജോണി അതിനല്ലേ ആയിക്കൊള്ളട്ടെ, ഡെൻസിൻ ആയിക്കൊള്ളട്ടെ, പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു, നമ്മൾ നുള്ളി നോവിക്കാൻ പോലുള്ള അനുമതി ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കതിനെ കൊല്ലാനുള്ള അനുമതി വേണം എന്ന് CPM-നും അഭിപ്രായം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ നമുക്കവരെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല, പക്ഷേ ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇത് വയനാടിൻ്റെ മാത്രം അല്ലെങ്കിൽ കേരളത്തിൻ്റെ മാത്രം, നേരത്തെ ശ്രീ OK ജോണി പറഞ്ഞതുപോലെ ബാധ്യതയല്ല വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്, അത് ഈ ലോകത്തിൻ്റെ ആകെ ബാധ്യതയാണ്. അപ്പോൾ ആ നിലയിൽ ഇതിനെ വിന്യസിക്കാനുള്ള പദ്ധതി എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എവിടെയെങ്കിലും നമ്മൾ തുടങ്ങണമല്ലോ. അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിട്ടുണ്ടോ? പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, നോക്കൂ, അവിടെ ചികിത്സാ സംവിധാനമില്ല എന്നുള്ളതാണ്. ഒരു ജില്ല അതിൻ്റെ ചുരമിറങ്ങി വരണമെങ്കിൽ തന്നെ 2.5-3 മണിക്കൂർ എടുക്കുന്നു സാധാരണ റോഡിൽ. ഇനി ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടിയായി മാറുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് സംസ്ഥാന സർക്കാർ ഉത്തരം പറയേണ്ടത്. സ്വാഭാവികമായും ചികിത്സ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് വയനാട് ജില്ലയിലെ ജനങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ നേരിടുന്ന പ്രശ്നം തന്നെയാണ്. അതിന് പരിഹാരമുണ്ടാവുക തന്നെ വേണം. പക്ഷേ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷത്തിന്റെ പ്രശ്നം കേവലം ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല. അല്ല, വനമേഖലയിൽ നിന്ന് വന്യജീവികൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി വരാതിരിക്കാനുള്ള കാര്യങ്ങളിലല്ലേ നാം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടത്. ഇപ്പൊ കണ്ണൂർ ജില്ലയിലെ ആറളം മേഖലയിൽ ആദിവാസികളെ ഈ അടുത്ത കാലത്ത് നിരവധി ആന ചവിട്ടിക്കൊന്ന സംഭവം ഉണ്ടായി. സംസ്ഥാന ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് കൽമതിൽ പണിയുന്ന ഒരു ഭാഗത്ത്, ജില്ലാ പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഫെൻസിംഗ് പണിയുന്നു. ഇങ്ങനെ സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ വരാതിരിക്കാനുള്ള ഇടപെടൽ ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. എന്നാൽ നമുക്ക് പിന്നെ പ്രധാനമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് അല്ലേ ഇതിന് മുഖ്യ പങ്ക് ആയിക്കോട്ടെ, ഞാൻ വരാം. ശ്രീ വത്സമനോളി, ശ്രീ OK ജോണി, ഇപ്പോൾ ഇവിടെ വത്സമനോളി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നമ്മൾ മതിൽ പണിയുക എന്നുള്ളതാണോ പോംവഴി? നേരത്തെ ഇവിടെ ഡെൻസിൻ പറയുകയുണ്ടായി, പല ഉറവുകളും വറ്റി തുടങ്ങിയിരിക്കുന്നു എന്ന്, മാത്രമല്ല അധിനിവേശ സസ്യങ്ങൾ കാട് കീഴടക്കിയിരിക്കുന്നു എന്ന്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ തോട്ടങ്ങൾ നമ്മൾ കാട്ടിൽ, അപ്പോൾ കാട് എന്ന് പറയുന്ന ഒരു സങ്കല്പം മാത്രമാണ് യഥാർത്ഥത്തിലുള്ളത്. അതിൻ്റെ ഒരു 14%, ഇപ്പം എൻ്റെ അറിവ് ശരിയാണ്, ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ 40% എന്നാണ് പറഞ്ഞു പോയത്, 14%. ഇനി എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ശ്രീ OK ജോണി താങ്കൾക്ക് വലിയ, അവിടെ പ്ലാന്റേഷനാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും കാട് ജീവിക്കാൻ വന്യമൃഗങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഇടമായി അവർക്ക് നാട്ടിലേക്ക് വരാൻ ഒരു താല്പര്യം ഉണ്ടാവില്ലല്ലോ. മനുഷ്യൻ അവൻ്റെ ശത്രുവാണ്. അവൻ മനുഷ്യൻ എന്ന ശത്രുവിൻ്റെ അടുത്തേക്ക് വരാനുള്ള ഒരു
മനസ്സുകൊണ്ട് വരാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷെ വേറെ നിർവാഹം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വരുന്നത് എന്നുള്ള. അപ്പോൾ എന്താ നമ്മൾ ഇനി ചെയ്യേണ്ടത്? കാട്ടിൽ ഇടപെടേണ്ട സാഹചര്യം കൂടിയുണ്ടോ? അതായത് ആ, ആ, അവർക്ക് കുടിവെള്ളം നൽകാൻ കഴിയണം, അല്ലെങ്കിൽ ഈ അധിനിവേശ സസ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയണം, ഈ പറയുന്ന പ്ലാന്റേഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി കൊടുത്ത് അവൻ്റെ സ്വാഭാവിക എങ്ങനെയാണ് അതിന് സാധിക്കുക അശോക് ജോണി? ശരിയാണ്. ഞാൻ നമ്മളെ ഗവേഷകനായ ഡെൻസിൻ പറഞ്ഞ കാര്യങ്ങളോട് പൂർണ്ണമായും യോജിക്കുകയാണ്. അത് വയനാട്ടിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അതിലൊരു സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ 100% വസ്തുതാപരമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ ഈ എക്സോട്ടിക് വൃക്ഷങ്ങൾ കാട്ടിൽ ഉണ്ടായി. ഇപ്പോൾ സെന്ന എന്ന് പറയുന്ന ഈ എക്സോട്ടിക് വൃക്ഷം വാസ്തവത്തിൽ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി തോൽപ്പെട്ടിയിൽ നഴ്സറി ഉണ്ടാക്കി വനം വകുപ്പ് നട്ടുപിടിപ്പിച്ചതാണ് കാടുകളിൽ. അതുപോലെ തന്നെ യൂക്കാലിപ്റ്റസും ഇതുപോലെ തന്നെ സോഷ്യൽ ഫോറസ്ട്രിയുടെ ഭാഗമായിട്ട് യൂക്കാലിപ്റ്റസും നട്ടുപിടിപ്പിച്ചത് വനം വകുപ്പാണ്. വനം വകുപ്പ് ഗ്വാളിയർ റയൺസിന് വേണ്ടി വയനാട്ടിലെ കാടുകൾ മുഴുവൻ, മുളങ്കാടുകൾ മുഴുവൻ വെട്ടി നീക്കിയതിന് ശേഷം അവർക്ക് അസംസ്കൃത വസ്തു കൊടുക്കാൻ വേണ്ടി വീണ്ടും മുളങ്കാടിന് പകരം യൂക്കാലിപ്റ്റസ് തോട്ടങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതിന് മാത്രമല്ല, പ്ലാന്റേഷൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ, ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കോർപ്പറേഷൻ ഉണ്ടാക്കിയിട്ട്, ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നാണ് പേരെങ്കിലും ഫോറസ്റ്റിൻ്റെ അകത്ത്, പിന്നെ ജെനുവിൻ ഫോറസ്റ്റിൻ്റെ അകത്ത് കാപ്പിയും കുരുമുളകും തോട്ടങ്ങളും ഉണ്ടാക്കി ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമിയിൽ. അപ്പോൾ ഡെൻസിൻ പറഞ്ഞതുപോലെ വയനാട്ടിലെ കാടിനെ ഒരു നാച്ചുറൽ ഫോറസ്റ്റ് എന്നേ വിളിക്കാനാവില്ല. ഇത് വാസ്തവത്തിൽ വനം വകുപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വിപത്തുകളാണ്. ഈ കാട്ടിനകത്ത് മൃഗങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവശേഷിക്കുന്ന ഒറിജിനൽ ഫോറസ്റ്റിൽ മൃഗങ്ങൾക്ക് പെരുകിക്കൊണ്ടിരിക്കുന്ന മൃഗങ്ങൾക്ക് അധിവസിക്കാൻ കഴിയാത്ത സാഹചര്യം, അവരെ നാട്ടിലേക്ക് ഇറങ്ങാനുണ്ടായിട്ടുള്ള ഈ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുള്ളതും കേരളത്തിലെ മാറി മാറി വന്ന വനം വകുപ്പ് മന്ത്രിമാർ അതിന് സമാധാനം പറയേണ്ടതുണ്ട്. അതാണ് ഒരു കാര്യം. കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന വനം വകുപ്പിനെതിരെ ജനങ്ങൾ പ്രതിഷേധിക്കുക സ്വാഭാവികമല്ലേ? കാട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു പിന്നെ കടുവ അയാളുടെ വേലിയിൽ, കണ്ണൂർ ജില്ലയിൽ അയാളുടെ വേലിയിൽ കുരുങ്ങിക്കിടന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ആ കടുവയെ രക്ഷിക്കാനായില്ല. അതിനെ കൊണ്ടുപോയി വേണ്ടത്ര ചികിത്സ കൊടുക്കാതെ ആ കടുവ ചാവുകയും ചെയ്തു. എന്നിട്ടോ കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങിയ കടുവ മരിച്ച സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ്റെ പേരിൽ കേസ്, നാട്ടുകാരുടെ പേരിൽ കേസെടുക്കുക. എന്താണ് ഈ വനം വകുപ്പ്? വനം വകുപ്പ് കേരളത്തിലെ ജനങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണോ? ഈ വയനാടൻ വനമേഖലയെ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കാക്കി നിലനിർത്താമെന്നാണോ കേരളത്തിലെ വനം വകുപ്പ് തീരുമാനിക്കുന്നത്? ഇവിടെ ഒരു മന്ത്രിയുണ്ടോ? കേരളത്തിലൊരു വനം വകുപ്പ് മന്ത്രിയുണ്ടോ? അദ്ദേഹം ഈ കാര്യങ്ങൾ ഇപ്പം നികേഷ് ഞങ്ങളോടെല്ലാവരോടും ചോദിക്കുന്നു എന്താണ് പരിഹാരമെന്ന്. ഈ പരിഹാരം എന്താണെന്ന് ആലോചിക്കാനുള്ള ഒരു വലിയ ഗവൺമെൻറ് മെഷീനറി കയ്യിലുണ്ടായിട്ട് ഈ ഒരു അന്തർ സംസ്ഥാന ചർച്ച നടത്താനോ കേന്ദ്ര ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്താനോ ഒന്നും ഈ സംസ്ഥാന ഗവൺമെൻറ്റിനും അതിൻ്റെ വനം വകുപ്പിനും ബാധ്യതയില്ലേ? ജനങ്ങൾ രോഷാകുലരാകുക സ്വാഭാവികമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ വന്യജീവി ആക്രമണം പെരുകിക്കൊണ്ടിരുന്ന കാലത്താണ് മുൻ MLA ആയിരുന്ന CK ശശീന്ദ്രൻ്റെയൊക്കെ മുൻകൈയിൽ കാടിനെയും നാടിനെയും വേർതിരിക്കാനുള്ള ഒരു ബൃഹത് പദ്ധതി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ആ പദ്ധതി ഇപ്പോഴും കേരളത്തോടുള്ള മറ്റ് പലതരം അവഗണനകൾ പോലെ തന്നെ ഇതും അവർ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഈ ആവശ്യം ഇതുവരെ പരിഗണിച്ചിട്ടില്ല. കാരണം ഇത് കേരള സംസ്ഥാനത്തിന് തനിയെ പരിഹരിക്കാവുന്ന കാര്യങ്ങളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി പരിഹരിക്കേണ്ടുന്ന പ്രശ്നങ്ങളുമുണ്ട്. ഇവ വേർതിരിച്ച് കാണുകയും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടുന്ന ജോലി സംസ്ഥാന സർക്കാർ ചെയ്യുകയും വേണം. കേരളത്തിലെ വനം വകുപ്പിൻ്റെ ഒരു പ്രധാനമായും അവർക്കെതിരെ ഉണ്ടാകുന്ന ഈ പ്രതിഷേധങ്ങൾ വളരെ യുക്തിസഹമാണ്, അത് സ്വാഭാവികവുമാണ്. കേരളത്തിലെ വനം വകുപ്പിന് വനം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്തമെങ്കിൽ അതുപോലും ചെയ്യാതെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന മൃഗങ്ങളുടെ പേരിൽ നാട്ടുകാർക്കെതിരെ വീണ്ടും കേസുണ്ടാക്കുക, ഇതൊക്കെ ചെയ്യുന്നത് മനുഷ്യത്വരഹിതമായിട്ടുള്ള രീതിയല്ലേ? ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കേണ്ടുന്ന കാര്യമാണോ? ജനങ്ങളുടെ ശത്രുക്കളാണ്, ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണോ ഒരു കേരള ഗവൺമെൻറ്റിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പെരുമാറേണ്ടത്? ഇതിനൊക്കെ കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി അടിയന്തരമായി സമാധാനം പറയേണ്ടതുണ്ട്.
അദ്ദേഹത്തിൻ്റെ ഈ ഒളിച്ചോട്ടം, അദ്ദേഹം തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി, ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് വനം വകുപ്പിൻ്റെ വീര്യം കെടുത്തുമെന്ന്. വനം വകുപ്പിൻ്റെ വീര്യം കെടുത്തുകയല്ല ചെയ്യുന്നത്, വനം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ജീവൻ തന്നെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്നിട്ടും ഈ വനം വകുപ്പ് മന്ത്രിക്ക് ഇതൊന്നും പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം എന്തിനാണ് ഈ സ്ഥാനത്തിരിക്കുന്നത്? അദ്ദേഹത്തെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് ഒരു വയനാട്ടുകാരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിനൊന്നും മനസ്സിലാകുന്നില്ല. ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന കടലാസിൽ ഒപ്പിടാൻ വേണ്ടി മാത്രം ഒരു പാവയെ വെച്ചിരിക്കുകയാണോ കേരള സർക്കാർ? തോമസ്, പോളിൻ്റെ ബന്ധു നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ തോമസ്, ഒരു വയനാട്ടുകാരൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് താങ്കൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്? അല്ലല്ല, ബന്ധുവല്ല, ഒന്ന് തിരുത്തുണ്ട്. ബന്ധുവല്ല, അച്ഛനാണ്, ഭാര്യയുടെ അച്ഛനാണ്. പറഞ്ഞോളൂ സാർ. കറക്റ്റ് ചെയ്യണം. ബന്ധുവല്ല, ഭാര്യയുടെ അച്ഛനാണ്. മനസ്സിലായി, ഭാര്യയുടെ അച്ഛനാണ്. എന്താണ്, എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചതെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഞാൻ പ്രധാനമായിട്ടും നേരത്തെ ചർച്ചയിൽ ആമുഖമായിട്ട് സംസാരിച്ച 1-2 വ്യക്തികൾ പറഞ്ഞതുപോലെ ഈ കാടിൽ തീറ്റയില്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. കാരണം കാടിൽ ഈ സാധാരണ രീതിയിൽ ഒരു തേക്ക് വെച്ച് കഴിഞ്ഞാൽ തേക്കിൻ്റെ ചുവട്ടിൽ ഒരു പുല്ല് വരെ മുളയ്ക്കില്ല. ഈ കേരളത്തിൽ പ്രത്യേകിച്ച് വയനാട്ടിലെ മുഴുവൻ വനാന്തരങ്ങളിലും കാണുന്നത് തേക്കാണ്. ഈ തേക്കിൻ്റെ ഇടയിൽ കൂടി തേക്കിൻ്റെ ചൂടും അടിയിലും എല്ലാം കൂടെ പുല്ലും ഇല്ലായ്മ വരുമ്പോൾ അത് വെള്ളത്തിന് വേണ്ടി ഓടിയിറക്കും. പ്രത്യേകിച്ച് കർണാടകൻ്റെ അതിർത്തിയുള്ള കുട്ടം പോലെയുള്ള പ്രദേശങ്ങളിൽ തീരെ പച്ചപ്പില്ലാത്തൊരു പ്രദേശമാണ്. ഈയിടെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈ നാട്ടിൽ ഈ കാട്ടാൻ ഇറങ്ങുന്നതിൻ്റെ പ്രധാന കാരണം പ്രധാനമായി അവർക്ക് ലഭിക്കേണ്ട ഭക്ഷണം യഥാസമയം കിട്ടുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയോ, ഈ കർഷകർ നട്ടുണ്ടാക്കിയ തോട്ടങ്ങളിൽ കയറി വാഴ, അതുപോലെയുള്ള തെങ്ങ്, ഇതിലുള്ള അങ്ങനെയുള്ള കൃഷി സാധനങ്ങൾ തിന്നാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരികയാണ്. അത് രാവും പകലും എന്നില്ലാതെ വരുന്നു. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന, എൻ്റെ മരുമോൻ താമസിക്കുന്ന വീട് ഒരു ഫോറസ്റ്റിൻ്റെ അടുത്താണ്. ഈ ഫോറസ്റ്റിൻ്റെ അടുത്ത് താമസിക്കുന്ന അവരുടെ വീടിൻ്റെ, എൻ്റെ മരുമോൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു 2-3 വാഴയുണ്ടായിരുന്നു. ഈ വാഴ വിശന്നിട്ട് ആന വന്നിട്ട് ഒരു ദിവസം രാത്രി ആ വാഴ മുഴുവൻ തമർത്ത് കളഞ്ഞു. റോഡ് സൈഡിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മറ്റൊരു ദിവസം മറ്റൊരു പറമ്പിലേക്ക് കയറുന്നു. ഇതെന്നുവെച്ചാൽ തീറ്റ കിട്ടാത്തതുകൊണ്ടാണ്. ഇതിനെ ആവശ്യമായ തീറ്റ മനുഷ്യന് കിട്ടും പോലെ, മനുഷ്യൻ കഴിക്കും പോലുള്ള അവർക്കും ഭക്ഷണം ആവശ്യമല്ലേ? ഈ പോളിന്റെ മകള് സംസാരിച്ചപ്പോ പോളിന്റെ മകള് വളരെ കൃത്യമായി പറയുണ്ടായി. ഒന്ന്, ഈ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ കിട്ടുക എന്നുള്ളത്. രണ്ടാമത്തേത് ചികിത്സാ സഹായം. പോളിന്റെ കാര്യത്തിനകത്ത് വേണ്ടത്ര ചികിത്സ കിട്ടിയില്ല എന്നുള്ള ആക്ഷേപം കുടുംബത്തിനുണ്ടല്ലോ. ഇപ്പോൾ പോളിന്റെ മരണത്തിന് ശേഷം ഇപ്പോൾ സർക്കാർ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് പറയുന്നു. നോക്കൂ, അതിലൊക്കെ നിങ്ങൾ കുടുംബം തൃപ്തരാണോ? തൃപ്തരാണോ എന്ന് ചോദിച്ചാൽ ഇവരെ പോളിൻ്റെ ഭാര്യയ്ക്ക് തൊഴിൽ കൊടുക്കണമെന്നും അതുപോലെ തന്നെ കുട്ടിയുടെ വിദ്യാഭ്യാസ സംബന്ധമായ എല്ലാ ചെലവുകളും വഹിക്കണമെന്നും ഇവരുടെ ഈ പോളിൻ്റെ മുഴുവൻ കടങ്ങളും സർക്കാർ ഏറ്റെടുത്ത് എഴുതിത്തള്ളണമെന്നും അങ്ങനെയുള്ള ആവശ്യങ്ങളാണ് പിന്നെ വെച്ചിരിക്കുന്നത്. അതിൽ ഏതാണ്ട് ഇത് നടപ്പിലാക്കേണ്ടത് എന്ന് വെച്ചാൽ ഈ തീരുമാനം, എഗ്രിമെൻറ്റ് അല്ല, ഈ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഇതിൽ പങ്കെടുത്ത് ബഹുമാനപ്പെട്ട 2 MLA-മാരാണ്. ഈ MLA-മാരുടെ സാന്നിധ്യത്തിലാണ് തീരുമാനമെടുത്തത്. ഇന്ന് ഞാൻ അവരെ കണ്ടപ്പോൾ എൻ്റെ മരുമകൻ്റെ ശവസംസ്കാരം കഴിഞ്ഞ് പുൽപ്പള്ളി പള്ളിയിൽ വെച്ച് ഈ 2 MLA-മാരും കാണാനിടയായി. അവരെന്നെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു, എന്തൊക്കെയാണ് ചോദിച്ചു. അപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ നടപ്പിലാക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനുണ്ട്. ഇത് പുഷ് ചെയ്യേണ്ട ബാധ്യത അതാത് നിയോജകമണ്ഡലത്തിലെ MLA-മാരുണ്ട്. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, IC ബാലകൃഷ്ണൻ MLA അദ്ദേഹം പറഞ്ഞത് ഇത് നടപ്പിലാക്കാൻ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യും, നിങ്ങൾ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല, നാളെ വയനാട് ജില്ലയിൽ ബഹുമാനായിരിക്കുന്ന നമ്മുടെ MP
വരുന്നുണ്ടെന്ന് കേട്ടു. അപ്പം ഞങ്ങൾക്കത് പങ്കെടുക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ഞങ്ങളെ വീടുമായിട്ട് എൻ്റെ മകളെ, അതായത് ഈ മരിച്ചുപോയ പോളിൻ്റെ ആ ഏരിയയിൽ കൂടി സന്ദർശനത്തിന് വരുന്ന എന്തിനാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ വിസിറ്റിംഗ് പോലെയാണ് എനിക്ക് ഇൻഫോം കിട്ടിയത്. അതിന് ഞങ്ങൾക്കത് പങ്കെടുക്കാൻ കഴിയില്ല. കാരണം ഞങ്ങൾക്ക് രാവിലെ പള്ളിയിൽ ഞങ്ങളുടെ ബന്ധുക്കളും എല്ലാവരും കൂടി അടങ്ങുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. 8 മണിക്ക് തുടങ്ങിയാൽ 10-10:30 വരെ ഉണ്ട്. അപ്പോൾ അതിന് പങ്കെടുക്കാൻ കഴിയില്ല. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കാട്ടിൽ നിൽക്കുന്ന ഒരു കാട്ടിലുള്ള ആനയെ അവിടെ തടഞ്ഞു നിർത്താനുള്ള സംവിധാനം ഉണ്ടാവണം. ഫെൻസിങ്ങോ അതുപോലെ എന്തെങ്കിലും കാര്യം തടയാനുള്ളതുണ്ടാവും. ഇപ്പോൾ ഈ നമ്മൾ മരണപ്പെട്ടു പോയ പോളിൻ്റെ കൃഷി സ്ഥലങ്ങളിൽ എല്ലാ കൊല്ലം അയാൾ കൃഷി ചെയ്യാറുണ്ട്. 1 മണി നെല്ല് കിട്ടാറില്ല. കാരണം ആന ചവിട്ടിക്കളയാം. അത് ഇവിടെ ഷോക്ക് വയ്ക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ബാറ്ററിക്ക് ചാർജ് ഉണ്ടാവില്ല. ബാറ്ററിയെ വെച്ചിരിക്കുന്ന ബാറ്ററിക്ക് ചാർജ് ഉണ്ടാവില്ല. ഇറങ്ങി പോയിട്ട് അങ്ങനെ നാശനഷ്ടം വ്യക്തമാണ് സാർ. ഇതാണ്. അതെ, മനസ്സിലായി, താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലായി. ശ്രീ വത്സൻ പനോളി, നോക്കൂ, നേരത്തെ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ആഴ്ചയാണല്ലോ 2 പേര് മരിച്ചത്. തോൽപ്പെട്ടി പന്നിക്കൽ കോളനിയിലെ ലക്ഷ്മൺ ജനുവരി 21 കാട്ടാന ആക്രമണത്തിൽ ഒരു ആദിവാസിയാണ്. അത് അങ്ങനെയും കഴിഞ്ഞു പോയി. ഈ 2 മരണം ഉണ്ടായപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടായി. ഇപ്പോൾ 10 ലക്ഷം രൂപ ഒറ്റയടിക്ക് കൊടുക്കാമെന്ന് വാക്ക് നൽകുന്നു. നേരത്തെ അത് 5 ആയിരുന്നു. നേരത്തെ ഈ ലക്ഷ്മണൻ്റെ കാര്യത്തിനകത്ത് എന്തെങ്കിലും കൊടുത്തതായി അറിയില്ല. ഈ കർഷകർ, ആദിവാസികൾ ഇങ്ങനെ ആന ചവിട്ടിയും വന്യമൃഗ ആക്രമണത്തിലും ഒക്കെ മരിക്കുമ്പോൾ ഈ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ അളവനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സർക്കാരിൻ്റെ സഹായം എന്ന് പറയുന്നത്. അതൊരു ലജ്ജാകരമായ കാര്യമല്ലേ, ഒരു നാണക്കേടല്ലേ? ആദിവാസിക്ക് കൊടുക്കില്ല, ബാക്കിയുള്ളവർക്ക് പ്രതിഷേധമുണ്ടാകുമ്പോൾ, നാട്ടുകാരാകുമ്പോൾ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ കൊടുക്കുന്നു എന്നുള്ള നിലയുണ്ടോ ശ്രീ വത്സൻ പനോളി? ഇവിടെ പോളിന്റെ കുടുംബം ആവശ്യപ്പെട്ടതുപോലെ നഷ്ടപരിഹാരം പൂർണ്ണമായും കൊടുക്കാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. ഗവൺമെന്റിന്റെ നടപടികളുടെ ഫലമായിട്ടാണ്, നടപടിയിലെ കുഴപ്പം കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. അതുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം, മറ്റ് കുടുംബങ്ങൾക്ക് ഭാവിയിൽ ജീവിക്കാനുള്ള നഷ്ടപരിഹാരം പോളിന്റെ കുടുംബം പറഞ്ഞത് പൂർണ്ണമായും അനുവദിക്കണം എന്നാണ് ഞാൻ പ്രതിദാനം ചെയ്യുന്ന കർഷക പ്രസ്ഥാനത്തിന്റെ അഭിപ്രായം. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടത്, നമ്മൾ നേരത്തെ ഈ കാര്യം പറഞ്ഞപ്പോൾ വനമേഖലയിൽ നിന്ന് മൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി വരാതിരിക്കാനുള്ള നടപടികൾ, അകത്ത് വെള്ളവും ഭക്ഷണവും കൊടുക്കുക, ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാനുള്ള മതിലുകൾ, വിവിധ രൂപത്തിലുള്ള മതിലുകൾ പണിയുക, ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂട്ടായി ആലോചിച്ച് അടിയന്തര പരിഹാരം ഉണ്ടാക്കേണ്ടതാണ്. നേരത്തെ സുഹൃത്ത് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ അപേക്ഷ സമർപ്പിച്ചിട്ട് കാലം കുറയായി. 2022 ഞങ്ങൾ ജന്തർ മന്ദറിൽ ഞങ്ങളുടെ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടത്തുകയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് ഞങ്ങളുടെ സങ്കടവും കഷ്ടപ്പാടും മുഴുവൻ പറയുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിലെല്ലാം അവിടെയാണ് ശ്രീ വത്സൻ പനോളി വളരെ പ്രധാനപ്പെട്ട കാര്യമുള്ളത്. നമുക്ക് വനനിയമം മാറ്റണം എന്ന അഭിപ്രായം ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എന്താ ഉള്ളത്? വയനാടൻ കാടുകൾക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിൽ അവിടെ വന്യമൃഗത്തിൻ്റെ പോപ്പുലേഷൻ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഒരു പദ്ധതി രൂപീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാർ കൂടിയാണ്. കേന്ദ്രത്തിൻ്റെ സഹായം തേടേണ്ടതുണ്ട്. പക്ഷെ നമുക്കാണ് അതിന് പരിപാടി ഉണ്ടാകേണ്ടത്. ആ പരിപാടി എവിടെ? അതാണ് നേരത്തെ ശ്രീ OK ജോണി ചോദിച്ചത്. ഈ മന്ത്രി എന്താണ് ചെയ്യുന്നത്? മന്ത്രി വളരെ ബുദ്ധിമുട്ടി എന്തോ ഒരു കടലാസ് നോക്കി വായിക്കുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞാൽ മതിയോ ഈ കാര്യത്തിൽ? മന്ത്രിക്ക് അവിടെ എത്താൻ കഴിയില്ല. ജനരോഷമുണ്ട് എങ്കിൽ എത്തണ്ട, പോട്ടെ. പക്ഷെ മന്ത്രി എന്താ ചെയ്യുന്നത് എന്നുള്ള ചോദ്യമില്ലേ? ഇതില് നികേഷ്, ലോകത്ത് പല രാജ്യങ്ങളിലും വന്യമൃഗങ്ങള് പെറ്റുപെരുകുമ്പോൾ, ആവശ്യത്തിലധികമാകുമ്പോൾ നിയന്ത്രിക്കാനുള്ള നിയമങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്ത് അതുപോലെ കർക്കശമായ നിലയിൽ ഒരു നിയമം നടപ്പിലാക്കുന്നതിന് വൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ആവശ്യമായ ഭേദഗതിയാണ് ആവശ്യം. അതിനെ തുടർന്നാണ് നമുക്ക് നിർവഹിക്കാനാവുക. കേരളത്തെപ്പറ്റി നമ്മൾ വിമർശിക്കുമ്പോഴും ഇപ്പോൾ ചില ആക്ട് അനുസരിച്ച് അക്രമകാരികളായ പന്നിയെ കൊല്ലാനുള്ള നിയമനിർമ്മാണം കേരളം ഇടപെട്ടല്ലോ ഈ കാലത്ത്. UDF ഗവൺമെന്റിന്റെ കാലത്ത് ഗർഭിണിയായ പന്നികളെ കൊല്ലരുത് എന്നൊക്കെയുള്ള വ്യവസ്ഥകൾ എടുത്തു മാറ്റി പഞ്ചായത്ത് പ്രസിഡന്റിന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ അധികാരം നൽകിക്കൊണ്ട്
വെടിവെക്കാനുള്ള ടീമിനെ നിയോഗിച്ചുകൊണ്ട് ഈ കേരളത്തിലെ പല പഞ്ചായത്തുകളിലും ഇപ്പൊ പട്ടണ പ്രദേശങ്ങളിൽ വരെ എത്തിയ പന്നികളെ നിയന്ത്രിക്കാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് നിയമപരമായിട്ടുള്ള നടപടികൾ ഒരു പരിധിവരെ ചെയ്യുന്നു എന്ന് ആ മേഖലയിൽ, കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിട്ടുള്ള കാര്യമാണ്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് വേണ്ടത്. അതിനാണ് കേന്ദ്രമന്ത്രിയോട് ഞങ്ങൾ അതിനാണ് കേന്ദ്രം. പക്ഷെ ആവശ്യപ്പെട്ടത്. കേന്ദ്രത്തെ ആവശ്യമായ സമീപിച്ചിട്ടുണ്ടോ? നിയമഭേദഗതി സംസ്ഥാനം വരുത്തി എന്റെ ഇതിനൊരു സംവിധാനം ജില്ലയിൽ ഉണ്ടാക്കണം. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിസഭ അക്കാര്യത്തിൽ ഒരു കൂടിയാലോചന നടത്തിയിട്ടുണ്ടോ? ഈ പറയുന്ന തമിഴ്നാടിനെയും കർണാടകത്തിനെയും ഒന്നിച്ചിരുത്തിയിട്ടുണ്ടോ? ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ആ വിഷയം കേന്ദ്രത്തെ ധരിപ്പിച്ചിട്ടുണ്ടോ? ഒട്ടേറെ ചോദ്യങ്ങളുണ്ട്. ശ്രീ ഡെൻസിൻ, നോക്കൂ, അവസാനമായിട്ട് നമ്മളെന്തായാലും കതിരിൽ വളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ മരണത്തിലും, പോളിൻ്റെ മരണത്തിലും നമ്മൾ എങ്ങനെയാണ് ആ കുടുംബത്തെ സമാധാനിപ്പിക്കുക, നാട്ടുകാരെ സമാധാനിപ്പിക്കുക എന്നുള്ളത് നോക്കുകയാണ്. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ തന്നെ, അതായത് ഇപ്പോൾ ഫെബ്രുവരി പകുതി കഴിയുന്നതേ ഉള്ളൂ. ഇനി മാർച്ചുണ്ട്, ഏപ്രിലുണ്ട്, മെയ് ഉണ്ട്. ജൂണിൽ മഴ പെയ്യുമോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല. അപ്പോൾ ഈ ഒരു സ്ഥിതിവിശേഷം തന്നെയാണോ ഇനി 3-3.5 മാസം നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്? അക്കാര്യത്തിൽ നമുക്ക് അടിയന്തരമായി എന്താണ് ചെയ്യാൻ കഴിയുക? ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ സമ്മർ ഈ വർഷം വളരെ സ്ട്രോങ് ആണ്. അത് എല്ലാവർക്കും അറിയുന്ന പോലെ എൽനൈനോ എഫക്റ്റിൻ്റെ ഭാഗമായി വെസ്റ്റേൺ ഗട്ട്സിനെ അത് വളരെ നെഗറ്റീവായിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വയനാട് കേരളത്തിൻ്റെ കിഴക്കൻ ചെരുവിൽ കിടക്കുന്ന സ്ഥലമാണ്. അപ്പം അതിനോട് ചേർന്ന് കിടക്കുന്ന വനഭൂമികളിലെല്ലാം മഴയുടെ അഭാവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മൃഗങ്ങൾ കൂടുതലും വയനാട്ടിൽ തന്നെ മുൻപ് ആനകളില്ലാത്ത സ്ഥലങ്ങളിൽ ഇപ്പോൾ ആനകൾ കണ്ടു തുടങ്ങിയെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? കാരണം ഡിസ്പേഴ്സൽ പല സ്ഥലങ്ങളിലേക്കായിട്ടാണ്. പണ്ടത്തെ ഒരു പാറ്റേൺ അല്ല ഇപ്പം എലിഫൻറ്റ് മൈഗ്രേഷനിൽ ഉണ്ടാകുന്നത്. അത് ആന ഒരു വലിയ ജീവി ആയത് കാരണം നമ്മളതിനെ നോട്ട് ചെയ്യുന്നു. മറ്റ് ജീവികളും മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, മറ്റ് ജീവികൾക്ക് മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമുക്ക് കൊന്നാൽ തീരുന്ന ഒരു പ്രശ്നമാണിത്. അതൊരിക്കലും അങ്ങനെയല്ല. കാരണം ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഏഷ്യാറ്റിക് എലിഫൻസിൻ്റെ പോപ്പുലേഷൻ ഉള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. എന്നാൽ പോപ്പുലേഷൻ ഈ പറയുന്ന പോലെ കൊന്നു തീർക്കാൻ പാകത്തിന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നാണ് പ്രശ്നം. കാരണം അവിടെ മാത്രമേ ഇവർക്ക് കഴിക്കാൻ ഭക്ഷണമുള്ളൂ, അല്ലെങ്കിൽ അതിന് പറ്റുന്നൊരു ഹാബിറ്റാറ്റ് സീസണലി എങ്കിലും ഉണ്ടാകുന്നുള്ളൂ. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ തിരിച്ച് കാടുകളിലേക്ക് കയറി പോകുമായിരിക്കും. പക്ഷെ അതിനുള്ളിൽ വരുന്ന ഹ്യൂമൻ കാഷ്വാലിറ്റീസ് എന്താണ് ശിവത്സൻ? ആലപ്പുഴ ജില്ല ഒഴിച്ചുള്ള 13 ജില്ലകളിലും വന്യജീവികളുടെ ആക്രമണം പട്ടണം വരെ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഏതെങ്കിലും പ്രദേശത്താണെന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമല്ല. പറഞ്ഞോളൂ ഡെൻസിൻ. ഇല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ വയനാട്, അതെ, വെസ്റ്റേൺ ഗട്ട്സ് നമുക്കിപ്പോൾ കേരളത്തിനെ നോക്കിയാൽ അറിയാം. പശ്ചിമഘട്ട മലനിരകളുടെ ഒരു വലിയ ഭാഗങ്ങൾ, ഏറ്റവും ബയോഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു റീജിയനിലാണ് കേരളം നിൽക്കുന്നത്. അപ്പം അതിൻ്റെ പല സ്ഥലങ്ങളിലും ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇനി ഭാവിയിലേക്ക് അത് കൂടുകയുള്ളൂ. അതിൻ്റെ ഒരു പ്രധാന കാരണം ആളുകൾ വിചാരിക്കുന്ന പോലെ നാട്ടുകാർ കാട്ടിലേക്ക് എൻക്രോച്ച് ചെയ്ത് കയറുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. കാടിൻ്റെ ഘടന മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ. അതിന് കാരണമായിട്ടുള്ളത് കൂടുതലും നമ്മൾ ഒരിക്കലും ഇതുവരെ സംസാര വിഷയമാവാത്തൊരു സബ്ജക്റ്റാണ് ക്ലൈമറ്റ് ചേഞ്ചും അതുകൊണ്ടുണ്ടാകുന്ന ലാൻഡ്സ്കേപ്പിന് വരുന്ന മാറ്റങ്ങളും ഒന്നും. അതിനെ അഡ്രസ്സ് ചെയ്യാതെ ഈ പ്രോബ്ലം നമുക്ക് താൽക്കാലികമായിട്ടല്ലാതെ ഒരു ലോങ് ടേമിലേക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. അതിനു വേണ്ടിയിട്ട് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും അതിന് പറ്റുന്ന രീതിയിൽ ആളുകളെ, അതിന് എലിജിബിൾ ആയിട്ടുള്ള ആളുകളുടെ പല മേഖലകളിൽ നിന്നുള്ള ആളുകളെ, അതുപോലെ ലോക്കൽസിന്റെ ഇടയിൽ നിന്നുള്ള ഇൻഫർമേഷൻ. നോക്കൂ, നമ്മൾ വിചാരിച്ചാൽ മാത്രം കഴിയുന്ന കാര്യമല്ല, പക്ഷെ നമ്മൾ മുൻകൈ എടുത്താൽ കഴിയുന്ന കാര്യമാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഇതിൽ സവിശേഷ പാണ്ഡിത്യമുള്ള ഗവേഷകർ, മറ്റുള്ള ആളുകളൊക്കെ അവരെല്ലാം പല കാലങ്ങളിലായി ഇതേക്കുറിച്ച് പഠനം നടത്തുന്നുണ്ട്. ഈ നടത്തുന്ന പഠനങ്ങൾ, ഡാറ്റ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള സംഗതി ചെയ്യേണ്ടത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയല്ലേ? ജനങ്ങളാണോ? ഈ അത്യാപത്തുകൾ ഉണ്ടാകുമ്പോൾ മാത്രം പോംവഴികൾ ആരായുന്നു. അപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു. പക്ഷേ ഇത് എത്രയോ കാലമായി തുടരുന്നു. പക്ഷേ കേരളത്തിലെ എൻ്റെ ആവലാതി ഇത്ര മാത്രമാണ്. കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ കാടിനുള്ളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഡെൻസിൻ പറഞ്ഞ പോലുള്ള ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയൊക്കെ ഭാഗമായിട്ട് ജന്തുക്കളിൽ, ഈ വന്യമൃഗങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റം, അവർ കാട് വിടാൻ നിർബന്ധിതരാകുന്ന സാഹചര്യം, ഇതൊക്കെ പഠനവിധേയമായി കഴിഞ്ഞിട്ട് തന്നെ ഉണ്ട്. വാസ്തവത്തിൽ പഠനം നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു ഓൺഗോയിങ് പ്രോസസ്സാണത്.
പക്ഷേ ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് നിലവിലുള്ള സാഹചര്യത്തെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കേണ്ടത് ആരാണ്? അത് ഗവൺമെൻറ് അല്ലേ? അത് കേരളത്തിൻ്റെ കാര്യം പറയേണ്ടതും അതിൻ്റെ ഡാറ്റ പോൾ ചെയ്യേണ്ടതും കേരള ഗവൺമെൻറ് അല്ലേ? കേരളത്തിൻ്റെ വനം വകുപ്പല്ലേ? അങ്ങനെ ബുദ്ധിപൂർവം ചെയ്യുന്ന ഒരു വനം വകുപ്പ് കേരളത്തിലുണ്ടോ? ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. വനത്തെ ഒരു കറവ പശുവായി ഒരു റവന്യൂ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു മേഖലയായി നിലനിർത്തുകയാണ്. അല്ലെങ്കിൽ ഈ തേക്കിൻ തോട്ടങ്ങളൊക്കെ എന്നേ അവസാനിപ്പിച്ച് അതിനെ സ്വാഭാവികമായ സസ്യവളർച്ചയ്ക്കായി വിട്ടുകൊടുക്കേണ്ടതായിരുന്നു. വകുപ്പ് എന്ന് പറയുന്നത് മറ്റു വകുപ്പുകളിൽ ഇരുത്താൻ കഴിയാത്തവരെ ഇരുത്തേണ്ട വകുപ്പല്ല എന്നാണോ OK ജോണി താങ്കൾ പറഞ്ഞു വരുന്നത്? അതെ അതെ അതെ. ഇപ്പം ഞാൻ ആലോചിക്കുക, നികേഷ് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പം MP രാജേഷിനെ പോലെയൊക്കെയുള്ള വായിച്ചറിവും പഠിച്ചറിവും പിന്നെ ഉദ്യോഗസ്ഥന്മാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇൻറ്ററാക്ട് ചെയ്യാനും അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാനും ഒക്കെ പ്രാപ്തിയുള്ളത് പോലുള്ള ഒരു മനുഷ്യൻ ഈ വനംവകുപ്പിൽ ഒരു കാലത്തും വരുന്നില്ല. ഇത് ഈ ഘടകകക്ഷികൾക്ക് പിന്നെ വീതിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതിയാണ്. ഇത്രയും ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ പ്രതിഭാസം ഇത്ര ഒരു യുദ്ധമേഖലയായി മനുഷ്യരുടെ ഒരു ആവാസ മേഖലയിലേക്ക് മൃഗങ്ങൾ കൂട്ടത്തോടെ അതിക്രമിച്ച് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴെങ്കിലും കേരളത്തിൽ ഒരു ഭരണകൂടം അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കേണ്ടതല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാര്യം, പ്രത്യേകിച്ച് പശ്ചിമഘട്ട മലനിരകൾക്ക് കീഴെയുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ, വനം ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് OK ജോണി താങ്കളും ഒപ്പം തന്നെ മറ്റ് അതിഥികളും പറയുന്നത്. പോളിൻ്റെ മകളും ഒപ്പം തന്നെ തോമസ് പോളിൻ്റെ ഭാര്യാപിതാവും നമ്മളോടൊപ്പം പങ്കെടുത്തിരുന്നു. നന്ദി. വത്സൻ ബനോളി CPM നേതാവ്, ഡെൻസിൻ വൈൽഡ് ലൈഫ് റിസർച്ചർ, OK ജോണി എഴുത്തുകാരൻ, സഹകരിച്ചതിന് നന്ദി. ഇമീഡിയേറ്റേഴ്സ്.